നമ്മൾ ആത്മാർത്ഥമായൊരു കാര്യം ആഗ്രഹിച്ചാലേ നമ്മൾ എങ്ങനെയെങ്കിലും അത് നടത്തിയെടുക്കും. അതിനൊരു ഉദാഹരണമാണ് എൻ്റെ ഇന്നത്തെ യാത്ര. Hi guys, I'm Helena from Iringalakkuda. This is gonna be my first vlog, so welcome everyone, join with me. തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി മംഗളാദ്വീപ് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 12617 സ്ലീപ്പർ ടിക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. സാഹചര്യങ്ങളിലെ സമ്മർദ്ദം മൂലം ഓടുന്ന ട്രെയിനിൽ ഓടിക്കയറേണ്ടി വന്നു. അങ്ങനെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ എൻ്റെ സീറ്റും എൻ്റെ ചങ്ങായിമാരെയും കണ്ടുമുട്ടി. ഞാൻ ലേറ്റായി വന്നതിൽ അവർ എന്നോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഭയങ്കര ടൈമിംഗ് ആണെന്നും ഇതേപോലെ ടൈമിംഗ് ലോകത്ത് വേറെ ആർക്കുണ്ടായില്ലെന്നും എന്നൊക്കെ എന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. TTR സഹകരിച്ച കാരണം അല്ലെങ്കിൽ ഞാൻ അവിടെ സ്റ്റക്കായി പോയാണ്. ശേഷം പ്രകൃതി രമണി ആസ്വദിച്ചു. പിന്നെ അവിടെ ചെന്നെടുക്കാനുള്ള റീൽസിനെ കുറിച്ച് ഞങ്ങൾ സ്വയം ചർച്ചിക്കുകയാണ്. ശേഷം എൻ്റെ കുറച്ച് കുന്തളിപ്പുകൾ. പിന്നത്തേനും ഞങ്ങൾ ഡിന്നർ പരിപാടി സെറ്റ് ചെയ്യാൻ നോക്കി. ഞാൻ തന്നെ ഉണ്ടാക്കിയ നെയ്ച്ചോറാണ് ഗൈസ്. അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഉറക്കം വരുന്നവരെ തേരപ്പര നടന്നു. ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഗൈസ്. രണ്ടാം ദിവസം ബ്രെഡും ജാമും ബ്രേക്ക്ഫാസ്റ്റ് തിന്നതിൻ്റെ ഉഷാറാണ് നിങ്ങൾ കാണുന്നത്. പരമ ബോറായിരുന്നു. കുറേ നേരം ജില്ലയിൽ നോക്കി ദൂരത്തിലേക്ക് നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ബോറടിച്ചപ്പോൾ ഇപ്പോഴത്തെ ജില്ലയിൽ പോയി. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഒരു നിർത്തിയിലുണ്ടായപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള സ്നാക്സൊക്കെ ഞങ്ങൾ അറഞ്ചം പുറഞ്ചം തിന്നു. അങ്ങനെ അന്നത്തെ ദിവസവും ഇങ്ങനെ ഇരുന്ന് കഴിച്ചു കൂട്ടി. ദൂദ്സാഗർ കാണാൻ പറ്റിയില്ല എന്നുള്ള വിഷമം മനസ്സിലുണ്ടെങ്കിലും നമ്മൾ ട്രെയിനിലിരുന്നുകൊണ്ട് തന്നെ പല ഫോട്ടോകളും സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാമതായി കാണുന്നതൊക്കെ. അങ്ങനെ 2 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ നാസിക്കിലെത്തി. നാസിക് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ബസ് സ്റ്റാൻഡുണ്ട്. അതുകൊണ്ട് ലാഗൊന്നും അടിക്കേണ്ട വന്നില്ല. പിന്നെ ഇയാളുണ്ടല്ലോ കണ്ടക്ടർ, ഇയാൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ബസ്സിനെ കുറിച്ച് പറയാണ്ടിരിക്കാനില്ല, നല്ല സ്പേസാണ്. അടിപൊളി ബസ്സായിരുന്നു. പക്ഷേ 1 hour എടുക്കും നമുക്ക് നാസിക് ടു ട്രംബേശ്വർക്ക് എത്താൻ. പെർ ഹെഡ് 70 rupees 70 രൂപയാണ് ട്രംബേശ്വർക്ക് ടിക്കറ്റ്. ത്രംബകേശ്വർക്ക് 1 മണിക്കൂർ യാത്ര ഉണ്ടെങ്കിലും ഒട്ടും ബോറിംഗ് അല്ല കേട്ടോ യാത്ര. ആ കാണുന്ന മലനിരകളുണ്ടോ, ഒക്കെ ഒരു ഫോർട്ടാണെന്നാണ് പറയണത്. അതിൽ ഒരു ഫോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ചുറ്റും അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട് കാണാനായിട്ട്. അങ്ങനെ എക്സൈറ്റ്മെൻറ്റിന് വിരാമം വിട്ടുകൊണ്ട് ത്രംബകേശ്വറിലെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങി. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര അനുഭൂതിയായിരുന്നു മനസ്സിന്. ആഗ്രഹം സാധിക്കണുണ്ടായി. പിന്നെ ട്രെയിനിലിരുന്ന് കണ്ട ഓരോ സ്പോട്ടും ഭയങ്കര അടുത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ത്രംബകേശ്വർ എന്ന പുണ്യഭൂമിയിലേക്ക് വന്നതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് കേട്ടോ. പ്രീ ബുക്ക് ചെയ്ത ശിവാനന്ദ് ഹോട്ടലിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും 500 മീറ്റർ ദൂരത്തിലാണ് ഈ ഹോട്ടലുള്ളത്. അതിനേക്കാൾ അടുത്ത റൂംസൊക്കെ കിട്ടും. നമ്മൾ കുറച്ച് സേഫ്റ്റിയൊക്കെ നോക്കി, അത്രേ ഉള്ളൂ. റൂമിൽ കയറി സീനൊന്നുമില്ല, സെറ്റാണ്. സേഫ് ആൻഡ് സെക്യൂറാണ്, ക്ലീൻ ആൻഡ് നീറ്റാണ്. അങ്ങനെ ഫ്രഷായി ഒരു നല്ല കട്ടനൊക്കെ അടിച്ച് മുന്നിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയില്ലാത്ത കാരണം നൈസായിട്ട് നൈറ്റ് ഡ്രൈവ് അടിക്കാനായിട്ട് പുറത്തിറങ്ങി. ഇതാണ് ഇവിടെ ഹരിഹർ ഫോർട്ട്. നാളെ കയറുന്നത് ഇവിടെ ഗണപതി ചതുർത്ഥിയാണ്. സോ മുക്കിലും മുതലൊക്കെ ഇതാ ഈ കാണുന്ന പല പരിപാടിയാണ്. DJയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. DJ മീൻസ് പ്രാർത്ഥനയാണ്. ബസ് സ്റ്റാൻഡിന് തൊട്ട് നേരെ ത്രംബകേശ്വറിലെ ഫേമസ് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നൊരു അറിവ് കേട്ടതുകൊണ്ട് നമ്മളും ദർശനത്തിന് പോയി. പിന്നെ നടന്നത് നിങ്ങൾ നേരിട്ടങ്ങോട്ട് കണ്ടോ, അതായിരിക്കും നല്ലത്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ. വെറുതെ മണ്ടത്തരം വിളിച്ച് പറയണ്ടല്ലോ. हर 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 जय से बोलो हर हर
ഇങ്ങനെ ബന്ധം നടന്ന് നീങ്ങുന്നത് എങ്ങടാന്ന് പോലും അറിയില്ല. എന്തായാലും ത്രംബകേശ്വറിലെ ഫേമസ് ശിവൻ്റെ അമ്പലമാണ്, ക്ഷേത്രമാണ്. സോ അവിടെ എന്തൊക്കെയോ ഭയങ്കര ഐതിഹ്യമുണ്ട്, എന്തൊക്കെയോ കുറേ പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കാണാനുള്ള സംഭവം ഉണ്ട് കേട്ടോ, നമ്മുടെ ഈ പറഞ്ഞ ശിവക്ഷേത്രം നൈസാണ്. ശിവക്ഷേത്ര ദർശനം ഇവിടെ അവസാനിക്കുന്നു. ചപ്പാത്തി കയ്യിലുണ്ട്, കറി മേടിക്കണം, റൂമിൽ പോകണം, ഫുഡ് അടിക്കണം, കിടന്നിറങ്ങണം. ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഗായ്സ്. പുലർച്ചെ 4 മണിക്ക് തന്നെ മല കയറാൻ പുറപ്പെട്ടു. തലേ ദിവസം സെറ്റാക്കിയ ഹോട്ടലാണ് നമ്മൾ പോകുന്നത്. ത്രംബകേശ്വർ നിന്നും ഹർഷേവാടി വഴി ഹരിഹർ ഫോർട്ടിലേക്ക് 14 കിലോമീറ്ററാണുള്ളത്. വെയിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ വൺ സൈഡ് 750 രൂപയാണ് ചാർജ്. ഷെയർ ടാക്സി പിടിക്കുകയാണെങ്കിൽ 100 താഴെ ആയിരിക്കുള്ളൂ. നമ്മൾ പിന്നെ അതിനൊന്നും മുതിർന്നില്ല. ഈ റൂട്ട് ബസ് സർവീസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ ഹരിഹർ ഫോർട്ട് എത്താൻ മറ്റൊരു വഴി കൂടി ഉണ്ട്, 23 കിലോമീറ്റർ ദൂരമുള്ള നിർഗുഡപാട വഴി. ആ വഴി വാഹന സൗകര്യം കുറച്ചും കൂടി ഉണ്ട്, കൂടുതലാണ്. രാവിലെ ഒരു 7 മണി മുതലൊക്കെ ബസ് സർവീസ് ഉണ്ട് അവിടെ. ദൂരക്കുറവ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഹർഷവാടി വഴി തിരഞ്ഞെടുത്തത്. ഞങ്ങളങ്ങനെ മല കയറാൻ പുലർച്ചെ ഇപ്പോൾ സമയം 5:37, പക്ഷേ വെളിച്ചം തരി പോലും ഇല്ലാത്തതിൻ്റെ പേരിൽ ഫോഗ് ഉണ്ട് കേട്ടോ, കാണാനില്ലല്ലേ. നമ്മൾ പെട്ടു എന്നാണ് പറയണേ, പെട്ടിട്ടില്ല. ഇത്തിരെങ്കിലും വെളിച്ചാവുന്ന വരെ ഇവിടെ ഇങ്ങനെ നിൽക്കണം ഗൈസ്. സമയം 6:02. ഗൈസ്, നമ്മൾ കയറാൻ പോകുന്നത് ഇവിടേക്കാണ്. അതിൻ്റെ ഹെഡ് പുലർച്ചയ്ക്ക് വന്നാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കണ്ണ് കാണാണ്ട് മല കയറാൻ പറ്റൂലല്ലോ. കണ്ണ് കാണാൻ പാകം ടൈമായപ്പോൾ തന്നെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ടിക്കറ്റ് ചാർജൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മളാണ് ഫസ്റ്റ് ട്രക്ക് ചെയ്യുന്നത് ഈ ടൈമിൽ, നേരത്തെ എത്തിയതുകൊണ്ട്. അത് കാരണം ടിക്കറ്റ് കൗണ്ടറൊന്നും ഇവിടെയൊന്നും കാണാനില്ല. ഇടയ്ക്കിടയ്ക്ക് പെട്ടിക്കടകളൊക്കെ ഉണ്ട്, ഇതാ കണ്ടോ. പക്ഷേ അതൊന്നും ടിക്കറ്റ് കൗണ്ടറാണോ അതോ പെട്ടിക്കടയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അമ്മോ, നേരിട്ട് വന്ന് കാണണം എല്ലാവരും. കാലിനും കഴിക്കൊന്നും ഒരു കുഴപ്പമില്ലാത്തൊരു എല്ലാവരും വന്ന് കാണണം. സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണ് ഗൈസ്. പിന്നെ സ്വർഗം തന്നെ ഷുവറല്ലത്. ഇനിയാണ് ഗൈസ് ട്വിസ്റ്റ്. ഞങ്ങൾ വഴിതെറ്റി, അഥവാ ഞാൻ വഴിതെറ്റിച്ചെന്നും പറയാം. ഓപ്പോസിറ്റ് പോകേണ്ടതായിരുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വഴിതെറ്റി. എങ്കിലും ഫുൾ കോൺഫിഡൻസ് ലെവലിൽ വഴി വെട്ടി അങ്ങ് നടന്നു. പാമ്പുകടിയോ ഒട്ടകടിയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നടക്കുന്നത്. ബാക്കി തോന്നിയ സമയമൊക്കെ നിങ്ങൾ നേരിട്ട് നിന്നതായിരിക്കുന്നുണ്ട്. മുഴുത്ത കാട് ഗൈസ്, ഞങ്ങൾ വഴി തെറ്റി. അവിടെ നിന്ന് നേരെ പോയാൽ മതിയായിരുന്നു അല്ലേ. മുഴുത്ത കാട് ഗൈസ്, ഞങ്ങൾ വഴി വെട്ടിപ്പോവുകയാണ്. വഴിയൊന്നുമില്ല.
എടാ ഏത് വഴി പോണോ? ഈ വഴി പോണോ ഈ വഴി പോണോ? രണ്ടും വഴിയല്ല അല്ലേ? എയർപോർട്ട് മിസ്സാവും തോന്നുന്നു. നടങ്ങ് സെറ്റാക്ക. മോളിക്ക് ഇത് വഴി മരത്തുമൊക്കെ പിടിക്കുമ്പോ സൂക്ഷിച്ചോ, അല്ല പാമ്പോ തേരട്ടിയോ പഴുതാരിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ. അതെ എളുപ്പല്ലാട്ടാ വഴി തെറ്റിക്കഴിഞ്ഞാലേ എളുപ്പല്ലാന്ന് പറയാ. ഇങ്ങടാ ഒന്ന് കേറിട മോനെ. ഇങ്ങനൊരുത്തെ കണ്ണും കാണില്ല ഗൈസ്. ഞങ്ങൾ ഈ മലയാണ് ഷോർട്ട് കട്ടിൽ കൂടെ കയറാൻ പോകുന്നത്. വഴി തെറ്റി മൂഞ്ചി ഗൈസ്, ഞങ്ങൾ വഴി വെട്ടി വന്നു. പോട്ടെ പോടെ പോടെ. എടാ വിഘ്നേഷിന്റെ അറിവില്ലല്ല പോയവൻ. ഞാൻ ഈ കൂവി വിളിക്കുന്നത് വിഘ്നേഷ് കുറച്ചും കൂടെ മുകളിലായ കാരണമുണ്ട്. അവൻ്റെ അടുത്തു നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ഈ മലയാണ് ഞങ്ങൾ ഇപ്പൊ കേറിക്കൊണ്ടിരിക്കുന്നത്. ദ റിയൽ ട്രക്കിംഗ് ഗൈസ്. എന്റെ കൂവലിന് റിപ്ലൈ തന്നതേ. നീ കാല് വയ്ക്കുമ്പോ ശ്രദ്ധിക്കണം, നീ ഉരുട്ടി വിടുന്ന കല്ലൊക്കെ എന്റെ കാലുമയാണ് വന്ന് ഇടിക്കണത്. വഴിയൊന്നും ഇല്ല, പൊക്കം ഇങ്ങട്. ഗൈസ് നിങ്ങൾ ആ മല കാണുന്നുണ്ടോ? അവിടേക്കാണ് ഞങ്ങളിങ്ങനെ കയറി കയറി പോകുന്നത്. ഇപ്പോൾ ഹരിഹർ ഫോർട്ട് കിട്ടുമോ മിസ്സാവുമെന്ന് അറിയില്ല. മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിലായ കുറച്ച് നിമിഷങ്ങളുണ്ടായിരുന്നു. ക്യാമറ കണ്ണുകളിൽ പകർത്താൻ സാധിച്ചില്ല. കാട് അതിക്രമിച്ച് കയറിയതിന് ഫോറസ്റ്റുകാർ നടപടി എടുക്കാതിരിക്കാൻ ചില വീഡിയോസൊക്കെ ഒഴിവാക്കുന്നു ഗൈസ്. കാണില്ലേ? ഓ ഓടാ കാരണം ഫോർട്ട് കാണില്ലടാ. എന്തിട്ടടത് ഇത്രയ്ക്കുണ്ട് അവിടെ കാണാൻ? നമുക്ക് ഇതിനൊന്നും പറ്റാത്ത കാരണം കുഴപ്പമില്ല അല്ലേ ഗൈസ്. ഹരിഹർ ഫോർട്ട് കാണാൻ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ് കേട്ടോ, ഈ കാണുന്നത്. ഓ മലപ്പുറം, തൃശ്ശൂര്. അങ്ങനെ ഹരിഹർ ഫോർട്ട് ട്രക്ക് ആരംഭിക്കുകയാണ് ഗൈസ്. മിന്നിച്ചേക്കണേ. എളുപ്പല്ലോ, എന്നാലും കുഴപ്പമില്ല. 117 പടികൾ കയറി വേണം കോട്ടയിലെത്താൻ. കൈക്ക് നമുക്ക് പിടിക്കാൻ ഗ്രിപ്പിനായിട്ട് പടികളിലെല്ലാം ദ്വാരമുണ്ട് ചിലതിൽ. പിന്നെ ചില പടികളാണെങ്കിൽ തകർന്നിട്ടും കിടക്കുന്നുണ്ട്. മര്യാദയ്ക്ക് നോക്കി കണ്ടും പിടിച്ചില്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ കിടക്കും. ഇവിടെ പെട്ടി കടയുണ്ട. ഞാൻ കയറി ചെല്ലാൻ പോകുന്നതാണ് ഹരിഹർ ഫോർട്ടിൻ്റെ മെയിൻ കവാടം. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ഇതിൽ കൂടെ ഇങ്ങനെ കയറി വരുന്നത്. വാതിലിൻ്റെ മേലേക്ക് നമ്മൾ കയറുകയാണ്. ഇതും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു. മഴയല്ല, ഇങ്ങനെ ഫോഗ് പെയ്യാന്നൊക്കെ പറയില്ലേ, അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
മഹാരാഷ്ട്ര മൊത്തം കാണാം. പേടിയില്ലാതില്ല, എന്നാലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എന്തും ചെയ്യും. നിങ്ങൾക്കൊന്നും കാണാൻ ഭാഗ്യമില്ല ഗൈസ്, നിറച്ച് കോടയാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് മാത്രം കാണാവുന്ന കുറെ അത്ഭുത കാഴ്ചകൾ ഇവിടെയുണ്ട് ഗൈസ്. അതെ, പകർത്തല് നടക്കില്ല. സോ കോട്ടകൾക്കൊരു രാജകുമാരനുണ്ടെങ്കിൽ അത് സഹ്യയാത്രി മലനിരകളിൽ തല ഉയർത്തി നിൽക്കുന്ന ഹരിഹർ ഫോർട്ട് തന്നെയാണ്. 80 ഡിഗ്രി കുത്തനെയുള്ള ഈ ഒരു മലയല്ല കോട്ടയുടെ ഈ പടികൾ ഏതൊരു സഞ്ചാരിയെയും ചിലപ്പോൾ ഭയപ്പെടുത്തിയേക്കാം. പക്ഷേ ഇത് കയറിക്കഴിഞ്ഞവർക്കറിയാം, കയറിയിട്ടുള്ളവർക്കറിയാം. ഇത് കയറുമ്പോൾ നമുക്ക് ഇറ്റ്സ് വെരി ടഫ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ സില്ലി, എന്തിനു പെട്ടെന്ന് കയറിക്കഴിഞ്ഞേ എന്ന് തോന്നും, ഷുവറായിട്ടും തോന്നും. അത്ര സിമ്പിളാണിത്, വലിയ സീനൊന്നുമില്ല. ഈ പറഞ്ഞ ശ്രദ്ധിക്കണം, നമ്മളെ വെക്കുന്ന ചുവടുകൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കോട്ടയ്ക്ക് ചതുരാകൃതിയും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ട്രയാങ്കിൾ, ത്രികോണാകൃതിയാണുള്ളത്. എന്താ സംഭവം എനിക്ക് പിടികിട്ടിട്ടില്ല, പക്ഷെ അങ്ങനെയാണ് നോക്കുമ്പോൾ.